എക്സലിലെ VLOOKUP ഫംഗ്ഷനോ XLOOKUP ഫംഗ്ഷനോ പെർഫോം ചെയ്യാൻ സാധിക്കാത്ത ഒരു ലുക്കപ്പ് ഓപ്പറേഷൻ ഈ ഫംഗ്ഷൻ്റെയും TEXTJOIN ഫംഗ്ഷൻ്റെയും കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ട് പെർഫോം ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. VLOOKUP ഫംഗ്ഷൻ ആയിക്കോട്ടെ, XLOOKUP ഫംഗ്ഷൻ ആയിക്കോട്ടെ, എക്സലിലെ ഏതൊരു ലുക്കപ്പ് ഫംഗ്ഷനും ആയിക്കോട്ടെ, ഒരൊറ്റ മാച്ചിങ് വാല്യൂവിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാല്യൂ മാത്രമാകും ഈ ഫംഗ്ഷൻസ് റിട്ടേൺ ചെയ്യുക. മൾട്ടിപ്പിൾ മാച്ചിങ് വാല്യൂസ് അഥവാ ഒരു ടേബിളിലെ എല്ലാ മാച്ചിങ് വാല്യൂസിനെയും കണ്ടെത്തണമെങ്കിൽ കുറച്ചൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ആ ടെക്നിക്കിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എക്സലിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻസിലും എക്സൽ ഓൺലൈനിലും മാത്രമാണ് വർക്ക് ചെയ്യുക. എക്സലിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻസ് എന്ന് പറയുമ്പോൾ എക്സൽ 2021, എക്സൽ വിത്ത് മൈക്രോസോഫ്റ്റ് 365. എക്സൽ ഓൺലൈൻ തികച്ചും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇഫ് ഫംഗ്ഷൻ്റെയും TEXTJOIN ഫംഗ്ഷൻ്റെയും കോമ്പിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് മൾട്ടിപ്പിൾ മാച്ചിങ് വാല്യൂസിനെ ലുക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെയുള്ള ഈ ടേബിൾ നോക്കുക. ഈ ടേബിളിലെ ഒന്നാമത്തെ കോളത്തിൽ കുറച്ച് സൂപ്പർ ഹീറോസിൻ്റെ പേരുകൾ കൊടുത്തിരിക്കുന്നു. രണ്ടാമത്തെ കോളത്തിൽ ഈ സൂപ്പർ ഹീറോ ഓരോരുത്തരും ഏത് കോമിക്സിൻ്റെ ഭാഗമാണോ ആ കോമിക്സിൻ്റെ പേരെഴുതിയിരിക്കുന്നു. ബാറ്റ്മാൻ DC കോമിക്സിൻ്റെ ഭാഗമാണ്, സ്പൈഡർമാൻ മാർവൽ കോമിക്സിൻ്റെ ഭാഗമാണ്, മില്ലർ വേൾഡിൻ്റെ ക്യാരക്ടറാണ് ഹിറ്റ് ഗേൾ. ഇനി ഈ സെല്ലിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന കോമിക്സിൻ്റെ അഥവാ സെലക്ട് ചെയ്യുന്ന കോമിക്സിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ സൂപ്പർ ഹീറോസിൻ്റെയും പേരുകൾ തൊട്ടടുത്ത സെല്ലിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരുന്നത് നോക്കാം. ആദ്യം ഈ സെല്ലിൽ കോമിക്സിൻ്റെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കോമിക്സിൻ്റെ ഒരു യുണീക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈക്വൽ യുണീക്ക് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. കോമിക്സിൻ്റെ പേരുകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, എൻ്റർ. നോക്കുക, കോമിക്സിൻ്റെ ഒരു യുണീക്ക് ലിസ്റ്റ് ഇവിടെ കിട്ടി. ഇനി ഈ ഡേറ്റ ഉപയോഗിച്ച് ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഡേറ്റ ടാബിൽ പോവുക, ഡേറ്റ വാലിഡേഷൻ ക്രൈറ്റീരിയ, ലിസ്റ്റ്, സോഴ്സ് എന്ന ലേബലിന് താഴെയുള്ള ഈ ഇൻപുട്ട് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കോമിക്സിൻ്റെ യുണീക്ക് ലിസ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ. ഇനി ഈ സെല്ലിൽ നോക്കിയാൽ ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കാണാം. DC, മാർവൽ, മില്ലർ വേൾഡ്. മാർവൽ. ഇനി മാർവൽ കോമിക്സിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ സൂപ്പർ ഹീറോസിൻ്റെ പേരുകൾ ഈ സെല്ലിലേക്ക് കിട്ടാനായിട്ട് ഫോർമുല ബാറിൽ ക്ലിക്ക് ചെയ്യുക, ഈക്വൽ TEXTJOIN ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. TEXTJOIN ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ഡീലിമിറ്റർ. സൂപ്പർ ഹീറോസിൻ്റെ പേരുകൾക്കിടയിൽ വേണ്ടുന്ന ഡീലിമിറ്റർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡബിൾ കോട്ട്സ്, കോമ, സ്പേസ്, ഡബിൾ കോട്ട്സ്. അതായത് റിസൾട്ടിൽ സൂപ്പർ ഹീറോസിൻ്റെ പേരുകളെ ഒരു കോമയും സ്പേസും ചേർന്നിട്ടാകും സെപ്പറേറ്റ് ചെയ്യുക. കോമ, empty സെൽസിനെ ഇഗ്നോർ ചെയ്യാനായിട്ട് ട്രൂ, കോമ. ഇവിടെ ഇഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇഫ് ഫംഗ്ഷനുള്ളിൽ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ലോജിക്കൽ ടെസ്റ്റ്. കോമിക്സിൻ്റെ പേരുകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, ഈക്വൽ. ഇനി നമ്മൾക്ക് ആവശ്യമുള്ള കോമിക്സിൻ്റെ പേരുള്ള സെല്ല് സെലക്ട് ചെയ്യുക, കോമ. ഇഫ് ഫംഗ്ഷനുള്ളിലെ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് വാല്യൂ ഇഫ് ട്രൂ. സൂപ്പർ ഹീറോസിൻ്റെ പേരുകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, കോമ. മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് വാല്യൂ ഇഫ് ഫോൾസ്. ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഒരു തവണ കൂടി എൻ്റർ. നോക്കുക, മാർവൽ കോമിക്സിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ സൂപ്പർ ഹീറോസിൻ്റെ പേരുകൾ ഇവിടെ വന്നാൽ കാണാം. കോമിക്സിൻ്റെ പേര് ചേഞ്ച് ചെയ്യുന്നു. DC. നോക്കുക, DC കോമിക്സിൻ്റെ ഭാഗമായിട്ടുള്ള സൂപ്പർ ഹീറോസ്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ എക്സലിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ഇല്ലാത്തവർക്ക് എക്സൽ ഓൺലൈൻ ഉപയോഗിക്കാവുന്നതാണ്. എക്സൽ ഓൺലൈൻ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് മറ്റൊരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു എക്സലിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.